ശുശ്രൂഷ ജീവിതത്തിന്റെ ഒരു ഘട്ടം വന്ന 9 ബാധകൾ കഴിഞ്ഞു. 10ാമത്തെ ബാധ പെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ മോശ ഫറവോന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഫറവോൻ പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് പോക, ഇനി എൻ്റെ മുഖം കണ്ടാൽ നിന്നെ ഞാൻ കൊല്ലും. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ പുറപ്പാട് പുസ്തകം 10-ന്റെ അവസാന പറഞ്ഞേ, ഇങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത്, എന്റെ അടുക്കൽ നിന്ന് പോക, ഇനി എന്റെ മുഖം കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക, എന്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും. പുറപ്പെട്ടില്ല. 9 ബാധ കഴിഞ്ഞു. 100 കണക്കിന് ചോദ്യങ്ങൾ അന്ന് രാത്രിയിൽ മോശയ്ക്ക് ദൈവത്തോട് ചോദിക്കാനുണ്ട്. ഇതിനാണോ നീ എന്നെ കൊണ്ടുവന്നേ? ഇത് കേൾക്കാനാണോ നീ എന്നെ കൊണ്ടുവന്നേ? വരുത്തില്ല, ശുശ്രൂഷ ഏറ്റെടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ കണ്ടാ കൊല്ലുമെന്നാ പറഞ്ഞേ. ഒരു 40 വർഷം മുമ്പ് ഇതുപോലൊരു വെല്ലുവിളിയുടെ മുമ്പിലല്ലേ ഞാൻ ഓടി മരുഭൂമി പോയി. ഒരു 40 വർഷം തകർന്നു പോയത് ഒരിക്കൽ ഫറവോനെ ഭയന്നിട്ടല്ലേ. ഇപ്പോൾ അതേ വെല്ലുവിളിയുടെ മുമ്പിലാ ഞാൻ നിൽക്കുന്നേ. എന്താ ചെയ്യണ്ടേ? തമ്പുരാൻ പറഞ്ഞു, മോശേ അങ്ങനെ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ ഇറങ്ങാം. ഇന്ന് രാത്രിയിൽ ഞാൻ ഇറങ്ങും. ഞാൻ മിസ്രൈമിൽ കൂടി നടക്കും. നിന്റെ മുഖം കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. ഈ വാക്യം കേട്ടപ്പോ, ഈ ശബ്ദം കേട്ടപ്പോ ഭയന്ന മോശ ഫറവോന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഫറവോനെ, ഇനി ഞാൻ നിന്റെ മുമ്പിൽ വരുത്തില്ലടാ. നീ എൻ്റെ അടുത്ത് വരും, നീ വന്ന് എന്നെ നമസ്കരിക്കും. ഞാൻ വരത്തില്ല. എന്റെ മുഖം കാണണ്ടല്ലേ. ദൈവം പറഞ്ഞു, ഞാൻ ഇറങ്ങും. ഫറവോനെ, നീ എൻ്റെ അടുത്ത് വരും, നീ എന്നെ നമസ്കരിക്കും, എന്നിട്ട് എന്നെ തൊഴുതിട്ട് പറയും, നിങ്ങൾ പുറപ്പെടുക എന്ന് പറഞ്ഞു ഉഗ്രകോപത്തോടെ മോശ പുറപ്പെട്ടു പോയി. എവിടെയൊക്കെയോ ചില ക്ലൈമുകളുടെ മുമ്പിൽ നിന്റെ സാഹചര്യങ്ങൾ കീഴ്മേൽ തമ്പുരാൻ മറിക്കാൻ പോകുന്നെന്ന് പറയാൻ, എവിടെയൊക്കെയോ നീ പറയുന്ന ചില വാക്കുകളുടെ മുമ്പിൽ നിന്റെ സാഹചര്യങ്ങള് ഇന്ന് രാത്രി കൊണ്ട് നിന്റെ ദൈവത്തെ ഇറക്കാനുള്ള നിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദം, നിനക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത, നിന്നെ വിളിച്ച ദൈവത്തെ ഇറക്കുന്ന ഒരു വാക്ക്, വാഗ്ദത്തം ചെയ്തവൻ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സീസൺ. നിങ്ങൾക്കത് മനസ്സിലായില്ല. പറഞ്ഞതും കാത്ത് കുറെ നാൾ നമ്മൾ ഇരുന്നു, നടന്നില്ല. നിന്റെ ചില ചോദ്യത്തിന് മുമ്പ് പറഞ്ഞവൻ പറയുന്നു, നീ കരയണ്ട, ഞാൻ ഇറങ്ങാൻ പോവുകയാ. ഞാനല്ലേ നിന്നെ നോക്കി പറഞ്ഞത്, ഞാനല്ലേ നിന്നെ വിളിച്ചത്, ഇനി ഞാൻ ഇറങ്ങും. നിന്നെ ഫറവോൻ വെല്ലുവിളിച്ചോളാം. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്റെ മുഖം കണ്ട അവൻ നിന്നെ കൊല്ലുമെന്ന്. വിളിച്ചത് ഞാനാണോ? നിന്നെ വിളിച്ചത് ഞാനോ? നിന്നെ മുൾച്ചെടിയിൽ വെച്ച് ഇടപെട്ടത് ഞാനാ നിന്നെ വളർത്തിയത്. എല്ലാവരും നഷ്ടപ്പെട്ടപ്പോ ഒരു കൊട്ടക്കത്തിട്ട് ഞാൻ അങ്ങനെ തൊട്ടിലിട്ട് വളർത്തിയത് ഞാനാണെങ്കിൽ, കൊട്ടാരത്തിൽ വളർത്തിയത് ഞാനാണെങ്കിൽ, നീ അവന്റെ വാലിൽ തീരേണ്ടവനല്ല. ചില വെല്ലുവിളികളുടെ മുമ്പിൽ എന്തു പറയണമെന്ന് അറിയാൻ നിൽക്കുന്ന നിന്റെ മുമ്പിൽ തമ്പുരാൻ ഇറങ്ങുന്ന ഒരു സീസൺ.